ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കണവ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കണവ അല്ലെങ്കിൽ കൂന്തലെന്നും ഇതിനെ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണവ റോസ്റ്റിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ കണവയൊക്കെ എൻ്റെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ റൗണ്ട് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതായത് രണ്ടായിട്ട് മുറിച്ച ശേഷം കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ റൗണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കും. കാണുമ്പോൾ നമ്മൾ കുക്കറിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം, എന്നാലേ നന്നായിട്ട് കുക്കായി കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി ചതച്ചത്, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണം. ഇതിൽ തന്നെ നന്നായിട്ട് വെള്ളമുണ്ട്. കുക്കർ അടയ്ക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ആവി വന്ന ശേഷം വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഒരു വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്ന ശേഷം കുക്കറിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കംപ്ലീറ്റ് പ്രഷർ പോയിട്ടാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതിനകത്ത് നിന്ന് തന്നെ ഇറങ്ങി വന്നിരിക്കുന്ന വെള്ളമാണ്. ഇപ്പോൾ നമ്മുടെ കണവയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇരുമ്പ് ചട്ടി വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായ ശേഷം സവാള, കറിവേപ്പില, പച്ചമുളക്, ഇത്രയും ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെയാണ് നമുക്കിത് വഴറ്റിയെടുക്കേണ്ടത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 2 ടൈപ്പ് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരുംജീരകപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ റോ ടേസ്റ്റ് മാറിയ ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റിന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് കൊടുത്ത ശേഷം ഒരു 2 മിനിറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കൂന്തൽ കുക്ക് ചെയ്തതിൻ്റെ ആ വെള്ളം ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് തക്കാളി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ കൂന്തൽ അല്ലെങ്കിൽ കണവ കുക്ക് ചെയ്തത് അതിൻ്റെ വെള്ളത്തോട് കൂടി തന്നെ വേണം ചേർത്ത് കൊടുക്കാം. വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. അതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക. ഈ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് എങ്കിലും അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ആദ്യം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്ത ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എപ്പോഴും ഇരുമ്പ് ചീനച്ചട്ടി തന്നെ യൂസ് ചെയ്യുക. ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും കടായൊക്കെ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അതിനായിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കണവ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.